അടുത്തൊരു സർക്കാർ അധികാരത്തിലേറുമ്പോൾ അവർ പ്രൈമറിലി ശ്രദ്ധിക്കേണ്ട എന്തായിരിക്കും? അത് നല്ല ചോദ്യമാണ്. 102 അംഗങ്ങളുടെ പിൻബലവുമായിട്ടാണ് UDF അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ UDF വരുന്നതിന് മുമ്പ് തന്നെ അവരെ പറ്റി ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ളതാണ്. അതല്ലാതെ തന്നെ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും. പാണക്കാട് നിന്നായിരിക്കും അജണ്ട തീരുമാനിക്കുക. ഇത് മുസ്ലിം അജണ്ട നടപ്പാക്കുന്ന ഒരു സർക്കാരായി മാറും. അതിനുവേണ്ടി ഇത് ഭയങ്കരമായ വിധേയത്വം പുലർത്തേണ്ടി വരും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ വളരെ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ ഇവർക്ക് 2029 ഇലക്ഷൻ നടന്നാലും 31 ഇലക്ഷൻ നടന്നാലും തിരിച്ചു വരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ ടീമിനെ നയിക്കാൻ കേപ്പബിളായ ഒരു നല്ല മുഖ്യമന്ത്രിയാണ് ആവശ്യം. ഈ 102 നിന്ന് ഒരാളാകണമെന്നൊന്നുമില്ല. അതിന് പുറത്തുനിന്ന് ഒരാളായി 6 മാസത്തിനുള്ളിൽ കയറി വരാമല്ലോ. അങ്ങനെ ഒരാളെ വേണ്ടി വന്നാൽ ചൂസ് ചെയ്യത്തക്ക തരത്തിലായാൽ പോലും ഒരു ബെസ്റ്റ് ടീം ലീഡറെ വേണം. ഇല്ലെങ്കിൽ LDF കാണിച്ച അബദ്ധത്തേക്കാൾ ഗുരുതരമാകും.